ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. തമ്മിൽ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. ഇന്ന് എങ്ങനെയാണ് ഫേസ് സീറം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാതെ എനിക്കറിയാം, എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യാനും മറക്കരുത്, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഞാൻ എന്തായാലും വാഷ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും കണ്ണെഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഒന്ന് ഐബ്രോ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഫേസൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. കൈ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. പിന്നെ ഞാൻ ഈ ഫേസ് സിറം യൂസ് ചെയ്യുന്നത് രാത്രി മാത്രമേ ഉള്ളൂ. രാവിലെ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇനി സൺലൈറ്റ് അടിച്ച് ഇനി അതിന് പ്രശ്നമൊന്നും ഉണ്ടാവണ്ടെന്ന് വെച്ചാൽ രാത്രി മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. NYB സ്കിൻ ഫിഡൻ എന്താ പറയുക, ഹാലറോണിക് ആസിഡിൻ്റെ ഒരു ഫേസ് സിറമാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫേസ് സിറമാണ്. ഞാൻ അതിൻ്റെ റിവ്യൂ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നന്നായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം ഒരു ടോണർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആ പോഴ്സൊക്കെ നമ്മൾ ഉണ്ടെങ്കിലൊന്ന് ക്ലോസ് ആവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും സോപ്പിൻ്റെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ പോകാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മിനിസോൻ്റെ ടോണറാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഫ്ലവറൊക്കെ ഉണ്ട്, കണ്ടില്ലേ, കണ്ട. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒത്തിരി കോട്ടൺ വെച്ച് അങ്ങനെ വൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കയ്യിലൊരു 2-3 ഡ്രോപ്സ് എടുക്കും സീറം, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ഇത്രയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ ആ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആവണമല്ലോ, ഇതുപോലെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെ ഏതൊരു കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. മിനിമം ഒരു 1 മിനിറ്റ് എങ്കിലും അത് ഡ്രൈ ആവാനും അത് നന്നായിട്ട് സ്കിന്നിലോട്ട് അബ്സോർബ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ അടുത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സീറം യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് NYBയുടെ ഒരു ഫേസ് സിറമാണ്. അതിൽ ഹാലറോണിക് ആസിഡ് ഉണ്ട്. അറിയാലോ, ഹാലറോണിക് ആസിഡിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കുറച്ചൊരു 30+ അല്ലെങ്കിൽ 27+ ആർക്കൊക്കെ ഈ ഹാലറോണിക് ആസിഡും വൈറ്റമിൻ ഇയുടെയൊക്കെ പ്രോഡക്ട്സ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏജിനിങ് കുറച്ച് കുറയ്ക്കും, മെല്ലെയാക്കും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ആർക്കും റിങ്കിൾസ് വരില്ല എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ അതെല്ലാം കുറച്ച് മെല്ലെ ആക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹാലറോണിക് ആസിഡും വൈറ്റമിൻ ഇ ഒക്കെ, അല്ലെങ്കിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഹാലറോണിക് ആസിഡ്, ഇതെല്ലാം നമ്മളൊരു 27+ ആകുമ്പോഴത്തേനും മെല്ലെ ചെയ്ത് തുടങ്ങണം. ഒത്തിരി അങ്ങ് ഇടണം എന്നല്ല, ക്രീമിലൊക്കെ അതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ എടുക്കുക. അവർ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു ടൈനി ഡ്രോപ്സ് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലോട്ട്, ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിന്നിൽ അതിങ്ങനെ മുട്ടുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം മുട്ടിയിട്ട് വീണ്ടും എടുത്തിടുന്ന സമയത്ത് ഒന്നാമത് അത് ആസിഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, ആസിഡ് എന്നാണ് അവർ പറയുന്നത്, ഹാലറോണിക് ആസിഡും അതെ, പിന്നെ കുറേ പ്രോട്ടീനും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചുമ്മാ ഒരു ബാഡ് റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കും ഞാനിങ്ങനെ, എന്നിട്ട് കൈയിൻ്റെ വെള്ളയിൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടില്ലേ അതുപോലെ നമുക്കറിയാലോ, ഞാനൊരു 5 ഡ്രോപ്സ് തന്നെ എൻ്റെ സ്കിന്നിൽ കണ്ടത് ഇങ്ങനെ നിൽക്കും കേട്ടോ. നല്ലൊരു 3, 4, 5, ഞാനൊരു 5 ഡ്രോപ്പേ എടുക്കുന്നുള്ളൂ. കണ്ടത് ഞാൻ തന്നെ നിൽക്കും. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഞാനത് എൻ്റെ ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. സിറം ഇങ്ങനെ ഓരോ ഡോട്ടായിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കഴുത്തിലും ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരു സർക്കുലർ മോഷനിൽ ഒരു 30 സെക്കൻഡ് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക. പിന്നെ ഒരു ഡാബിങ് ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ ഫുള്ളിങ്ങനെ ചെയ്ത് കൊടുക്കുക, ഒരു 30 സെക്കൻഡ്സ്. ഓക്കെ, അത് നല്ലതായിരിക്കും, സ്കിന്നിൻ്റെ അകത്തോട്ട് പോകാനൊക്കെ ഒത്തിരി ഹെൽപ്പ്. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് അബ്സോർബായി. ഇനി നമ്മൾ എന്താ അടുത്തത്, ഒരു മോയ്സ്ചറൈസറോ ഇല്ലെങ്കിൽ നൈറ്റ് ക്രീമോ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നൈറ്റ് ക്രീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർണിയറിൻ്റെ നൈറ്റ് ക്രീമാണ്. നല്ലൊരു നൈറ്റ് ക്രീമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഒരു ഗ്ലോവും ഒരു സ്പോട്ടെല്ലാം കുറച്ച് ലൈറ്റൻ ആവുന്ന പോലെയൊക്കെ ഒരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഗാർണിയറിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗാർണിയർ സ്കിൻ നാച്ചുറൽ ലൈറ്റ് കംപ്ലീറ്റ് യോഗട്ട് നൈറ്റ് ക്രീം എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40 ഗ്രാമിന് 185 റുപ്പീസാണ്. ഇതുപോലെ ആയിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ നൈറ്റ് ക്രീം എടുക്കുന്നു. അതേപോലെ തന്നെ നമ്മളെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് പക്ഷേ ഇങ്ങനെ കണ്ണിൻ്റെ അടിയിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് അവർ എഴുതിയിട്ടുണ്ട് തോന്നുന്നു. പണ്ടെന്നോ വായിച്ച പോലെ എനിക്കൊരു തോന്നൽ. ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഇത് തേക്കാറില്ല. ഞാൻ നമ്മുടെ DIY ക്രീംസ് ഇല്ലേ, എന്താ പറയുക, അണ്ടർ ഐ ക്രീമില്ല, അതാണ് തേക്കുക. അല്ലെങ്കിൽ ബയോട്ടിക്കിൻ്റെ
എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രീമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കിടന്നുറങ്ങുക. രാവിലെ നമ്മൾ വാഷ് ചെയ്യുക, രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ. തേച്ച് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ. ഈ നൈറ്റ് ക്രീം എന്ന് പറയുന്ന ഈ എന്താ പറയുക, പ്രത്യേകിച്ച് ഈ ഗാർണിയർ, വേറെ നൈറ്റ് ക്രീംസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഗാർണിയറിൻ്റെ ആണ് ഇതിപ്പോൾ 2ാമത്തെ ബോട്ടിലാണ്. പിന്നെ പണ്ടൊന്നും നമ്മൾ നൈറ്റ് ക്രീം അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഒരു 30+ ഒക്കെ ആയപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ നോക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫേസ് സിറം അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓരോ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.